എന്തായാലും പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഒരുപക്ഷേ പോളിംഗിന് ശേഷവും അല്പം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന കണക്കുകളാണോ മുന്നണി നേതൃത്വം സംസാരിക്കുന്നത് എന്ന് പലപ്പോഴും ഇത് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. കാരണം അത്ര വലിയ ആത്മവിശ്വാസമാണ്. ഇനി വരാതിരിക്കുന്ന എന്തായാലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. കാരണം അത് പോളിംഗ് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഈ നേതാക്കളുടെ പ്രസ്താവന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും വലിയ പ്രതീക്ഷകളും വമ്പൻ അവകാശവാദങ്ങളും തന്നെയാണ് മുന്നണി നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പുറമേക്ക് പറയുന്നതിനപ്പുറം ഉള്ളിൽ എന്താണ് എന്നൊരു പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. എന്താണ് മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷകൾ, ചിന്തകൾ, ചർച്ചകൾ ഏത് രീതിയിൽ പോകുന്നു? ആദ്യം നോക്കാം ഇടതു മുന്നണിയുടെ പ്രതീക്ഷകൾ എന്താണ്, ഇടതു മുന്നണിയുടെ കണക്കെടുപ്പിൽ ഏത് രീതിയിലേക്കാണ് സാഹചര്യം പോയതെന്ന് നോക്കുമ്പോൾ അതായത് മൂന്ന് മുന്നണികൾക്കും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇതിൽ ഇടതുമുന്നണിയുടെ ഒരു പ്രതീക്ഷ ഇതാണ്, അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പ്രതീക്ഷ. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കാം, അത് 10 വർഷം ഭരിച്ച ഒരു സർക്കാരാണ്, സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. പക്ഷേ അത് ഒരു ഭരണമാറ്റത്തിന് ഇടവയ്ക്കുന്ന തരത്തിൽ ആ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിച്ചിട്ടില്ല എന്ന പ്രതീക്ഷ ഇടതു ക്യാമ്പിന് പൊതുവിൽ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് സാഹചര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷത്തെങ്കിലും അവർ ഭരണം നിലനിർത്തും. ഇത് ഇടതുമുന്നണിയുടെ വലിയൊരു പ്രതീക്ഷയാണ്. മുസ്ലിം വോട്ടുകളിൽ ഏകീകരണം ഉണ്ടായി എന്ന കാര്യം ഇടത് ക്യാമ്പുകൾ തന്നെ അംഗീകരിക്കുന്നു. വടക്കൻ കേരളത്തിൽ നഷ്ടമുണ്ടാകും, ഇക്കാര്യങ്ങളും അവർ ഉറപ്പിക്കുന്നു. പക്ഷേ തെക്കൻ കേരളത്തിൽ അത് വിജയം ഉറപ്പാണ്, തെക്കൻ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്നതാണ്. അമ്പലപ്പുഴയിൽ ഒഴികെ പാർട്ടി വിമതർ നേട്ടമുണ്ടാക്കില്ല എന്ന വിലയിരുത്തൽ കൂടി CPM ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ ഒരുപക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ ഒരു സാഹചര്യം അതായിരുന്നു. പക്ഷേ അതിനപ്പുറം വിമതർ പ്രശ്നമുണ്ടാക്കിയ ഒറ്റപ്പാലമാവട്ടെ, തളിപ്പറമ്പാവട്ടെ, പയ്യന്നൂരാവട്ടെ ഇവിടങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടില്ല എന്നതാണ് CPM നടത്തിയിരിക്കുന്ന കണക്കെടുപ്പ്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രസക്തമാണ് ഈ CPMൻ്റെ കണക്കെടുപ്പും സാഹചര്യങ്ങളും. നേതാക്കൾ പുറമേക്ക് അവകാശപ്പെടുന്നതല്ലല്ലോ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴുള്ള സാഹചര്യം. യഥാർത്ഥത്തിൽ ഒരു അന്തിമ കണക്കെടുപ്പും ബൂത്തുകളിലെ കണക്ക് ശേഖരണത്തിനും അല്പം കൂടെ സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ CPMൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? CPM സാധാരണ ഈ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന രാത്രി തന്നെ ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾക്കുമൊക്കെ കണക്കുകൾ കൈമാറാറുണ്ട്. ചിലരൊക്കെ ഇതിനെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ധൃതി പിടിച്ചുള്ള കണക്ക് വേണ്ട, പകരം 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് ഞായറാഴ്ച മാത്രമാണ്. തിരുവനന്തപുരത്ത് ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ കണക്കുകൾ നൽകിയാൽ മതി. കഴിഞ്ഞ തവണയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണക്കുകൾ അമ്പേ പാളിപ്പോയത് CPM കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു കണക്ക് CPMൻ്റെ കണക്ക് മുഴുവൻ പാളിപ്പോയി എന്ന വിലയിരുത്തൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ധൃതി പിടിച്ചുള്ള കണക്ക് വേണ്ട എന്ന് തന്നെയാണ് CPM നേതൃത്വം കീഴ്ഘടകങ്ങളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോഴും അല്പസമയം TP രാമകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറയുന്നത് തുടർഭരണം ഉറപ്പ് എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDF-ലേക്ക് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇടതുമുന്നണിയുടെ കൺവീനർ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് CPMൻ്റെ പൊതുവിലയിരുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ആത്മവിശ്വാസത്തിലാണ് ഇന്നുമൊക്കെ എന്ന് നമുക്ക് ലഭിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തിലാണ്. 65 സീറ്റ് എങ്കിലും ഉറപ്പായി ജയിക്കാവുന്ന സീറ്റുണ്ടെന്നുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിക്കുന്നത് CPM എന്നൊരു ആവേശത്തിൽ ഏറ്റെടുത്തത് 82 സീറ്റ് വരെ ജയിക്കാമെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൽ തലേ ദിവസം. ഇപ്പോഴും അതിന് കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ എവിടെ നിന്ന് ഈ സീറ്റ് വരുമെന്ന കാര്യം നേതാക്കൾ അങ്ങനെ കൃത്യമായി പറയുന്നത്. കാരണം കോഴിക്കോട് സ്വാഭാവികമായും കുറവുണ്ടാകാം, നഷ്ടമുണ്ടാകാം. കണ്ണൂരിൽ 1-2 സീറ്റെങ്കിലും കുറയാൻ മാത്രമാണുള്ളത്. കാസർഗോഡ് ഒരുപക്ഷെ പിടിച്ചു നിന്നേക്കാം. പാലക്കാടും മെച്ചപ്പെട്ട നിലയിൽ മുന്നേറാൻ കഴിയുമെങ്കിലും അവിടെയും സീറ്റുകൾ കുറവ് വരും. തൃശ്ശൂരിൽ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം കൊല്ലവുമാണ് എപ്പോഴും LDF-ൻ്റെ വലിയ കോട്ടകളായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജില്ലാ കണക്കെടുക്കുമ്പോൾ തന്നെ ശക്തി കേന്ദ്രങ്ങളായി മാറുന്നത്. അവിടങ്ങളിലും തിരുവനന്തപുരത്ത് വലിയ ആശങ്കയുള്ള കണക്കുകൾ പലയിടത്തും ഇടത് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. അരുവിക്കരയും നെയ്യാറ്റിൻകരയും ഒക്കെ വലിയ ശക്തമായ പോരാട്ടം, നഷ്ടപ്പെട്ട സാധ്യതകൾ അവിടെ ഉണ്ട് എന്ന് ചില നേതാക്കളെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. നേമത്ത് എന്താകും സ്ഥിതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. 5000 വോട്ട് ജയിക്കുമെന്നാണ് V ശിവൻകുട്ടി CPM കണക്ക് കൂടുന്നത്. പക്ഷേ അത് BJP അവിടെ 15000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് അവർ പറയുമ്പോൾ അവിടെയും ആശങ്ക തന്നെയാണ് CPM കേന്ദ്രങ്ങൾക്ക് പൊതുവിലുള്ളത്. അതിന് കാരണം അവിടെ നിർണായകമാകാൻ പോകുന്നത് ഈ ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകളാണ്. ശബരിനാഥൻ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചു എന്നൊരു പരാതി CPM നേരത്തെ ഉണ്ടായിരുന്നു. BJPയുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ശബരിനാഥൻ ചുരുങ്ങിയത് ഏതാണ്ട് 29,000-30,000 വോട്ടാണ് മുസ്ലിം വോട്ടുകൾ
വിവിധ വിഭാഗങ്ങളിലെ മുസ്ലിം വോട്ടുകൾ നേമം മണ്ഡലത്തിലുള്ളത് 10,000 വോട്ടെങ്കിലും ശബരിനാഥൻ പിടിക്കുമെന്നാണ് BJPയുടെയും കണക്കുകൂട്ടുന്നത്. അങ്ങനെ വന്നാൽ അത് ശിവൻകുട്ടിയുടെ വിജയത്തെ ബാധിക്കും. ശിവൻകുട്ടിയും ഇടതുമുന്നണിയും കണക്കുകൂട്ടുന്നത് N ബ്ലോക്കായി ആ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ BJP ജയിക്കാൻ പോകുന്നുവെന്ന ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിലേക്ക് വരുമെന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിക്കില്ലെന്ന് BJP കണക്കുകൂട്ടുന്നു. ശബരി പിടിക്കുന്ന വോട്ടുകൾ അവിടെ നിർണായകമായി മാറും. അത് ഇതിന് മാത്രം സ്ഥിതിയാണ്. വട്ടിയൂർക്കാവിൽ ശക്തമായ പോരാട്ടമുണ്ടായിരുന്നു. വർക്കലയിൽ അതിശക്തമായ മത്സരം MA വാഹിദിൽ നിന്ന് CPM സ്ഥാനാർത്ഥി B ജോയിക്ക് നേരിടേണ്ടി വന്നു. കാട്ടക്കടയിൽ കോൺഗ്രസ് ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ കൊല്ലത്ത് അതിശക്തമായ പോരാട്ടം കൊല്ലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ എവിടെ നിന്നാണ് ഈ CPM നേതാക്കൾ ഇപ്പോൾ പറയുന്ന 85 സീറ്റ് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും പുതിയ സീറ്റുകൾ ലഭിക്കും. മധ്യ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്ന് തന്നെ ഇടതുമുന്നണി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നല്ല മുന്നേറ്റം ഇത്തവണ ക്രൈസ്തവ സഭകൾ അങ്ങനെ മുഖം തിരിഞ്ഞ് നിന്നിട്ടില്ല എന്നാണ് CPMന്റെ കണക്കുകൂടൽ. അങ്ങനെ വരുമ്പോൾ 80-ന് മുകളിൽ സീറ്റ് നേടി തുടർ ഭരണത്തിൽ തുടർച്ചയുണ്ടാക്കും, ഹാട്രിക് വിജയം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് CPMന്റെ ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷകൾ. അങ്ങനെയാണ്, അതാണ് പ്രതീക്ഷ. അരുൺ മടങ്ങി വരാം. ഇപ്പോൾ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം എന്നതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വലിയ ആപത്തുണ്ടാക്കും. അത് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അതുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുകയും ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയപ്പോഴുള്ള ഒരു പ്രധാന ആക്ഷേപം ടീച്ചറെ പാർട്ടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു നടപടി എന്നൊക്കെ ആയിരുന്നു. അതിനുള്ളൊരു മറുപടി ആവും ഈ തെരഞ്ഞെടുപ്പ് പോലെ? അതെല്ലാം പാർട്ടി ശത്രുക്കൾ പറഞ്ഞ് പരത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ച പൊതുനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പം ഞാനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിന്ന് ഞാൻ 3 ടേമായി. ആ 3 ടേമായി ഞാൻ തന്നെ പിന്നെയും മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഞാനതിൽ നിന്നും 2 ടേം എന്നുള്ള പാർട്ടിയുടെ നിലപാട് അംഗീകരിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ ആ സമയത്ത് മാറി. ഇപ്പോഴും അങ്ങനെ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ചില മണ്ഡലങ്ങളിൽ നമ്മൾ ജയിച്ചു വരാൻ, ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ നമുക്ക് ചില സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതായി വരും. അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വരും. അങ്ങനെ പരിഗണന കൊടുത്ത് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി ആലോചിച്ചു. കാരണം പിന്നെ ടീച്ചറുടെ ജന്മനാടാണത് പേരാവൂർ. അതുകൊണ്ട് തന്നെ അവർ പഠിച്ചു വളർന്നിട്ടുള്ള നാടാണത്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങളുള്ള നാടാണ്. അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ടീച്ചർ അവിടെ നിശ്ചയിച്ചത്. അതിനെ ഈ ഭയമുള്ളവരാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. UDFകാർക്ക് വല്ലാത്ത ഭയം വന്നു, അവരിത് വ്യാഖ്യാനം നടത്തി, അത്ര തന്നെ. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്കവരെ അറിഞ്ഞുകൂടാ. ഞാൻ അവരുമായിട്ട് ഇന്ന് വരെ നേരിട്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഏതാണ്ട് വളരെ അകലത്തുനിന്ന് കണ്ടത് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ കോട്ടയത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ പ്രതിശരീരം അവിടെ കൊണ്ടുവന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നേതാക്കളുണ്ട്, തിങ്ങി നിറഞ്ഞിരിക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ അവരെ കാണുന്നത്. ആദ്യമായിട്ടാണെന്ന് പറയാൻ കഴിയില്ല, ഞാൻ കാണുന്നത്. ഒരു വാക്ക് പോലും ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതിന് മറുപടി അയക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ആ കേസ് യഥാർത്ഥത്തിൽ തെറ്റായ ചില വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ നോക്കി. ഞാൻ ഹൈക്കോടതിയിൽ പോയി. ആ കേസിൻ്റെ മേലെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഇപ്പോൾ അവർക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്, കോടതിയിൽ ഹാജരാകാൻ. അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമുള്ളവരല്ല. കാരണം ഞാനുമായിട്ടൊരു പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എന്നോട് പറയുന്നു, ഞങ്ങളിങ്ങനെ എന്തൊരു അബദ്ധമാണ്, എന്ത് തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഒരു മൂല്യമോ അന്തസ്സോ കാത്തു സൂക്ഷിക്കാത്തവരാണ് അവരെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം. ഈ BJP ഇത്തരത്തിൽ പലയിടങ്ങളിലും കോഴ കൊടുത്തു, പണമായും സാരിയായും ഒക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് BJP ഒരുപക്ഷെ 0 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ നേടിയേക്കാമെന്നും പറയുന്നത്. അവർക്ക് ഒരു സീറ്റ് തന്നെ കിട്ടുമോ സംശയത്തിലാണ്. നിയമം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നിങ്ങൾ പലരും പറയുന്നത്. നിയമം ലഭിക്കാൻ സാധ്യതയില്ല. അവിടെ എൻ്റെ ഒരു
രാഷ്ട്രീയ നിരീക്ഷണത്തിലും വോട്ടിംഗ് പാറ്റേൺ എല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ പോലും അവർക്ക് ജയിക്കാൻ സാധ്യതയില്ല. അവരിങ്ങനെ അവകാശവാദം ഉന്നയിക്കുക, കേന്ദ്രഭരണമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വന്നുപോയി, ഇങ്ങനെ ഒരു ആരവമുണ്ടാക്കി. പക്ഷേ കേരള സമൂഹത്തെ അതിനൊന്നും സ്വാധീനിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ BJPയെക്കുറിച്ച് നോക്കിയാൽ തന്നെ BJPയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥികളിൽ തന്നെ പലരും കോൺഗ്രസിൻ്റെ നേതാക്കളല്ലേ. ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ, അതുപോലെ തന്നെ K കരുണാകരൻ്റെ മകൾ, ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? PC ജോർജിൻ്റെ മകൻ BJPയിലല്ലേ ഉള്ളത്. അവരുടെ പല നേതാക്കളുടെയും മക്കളൊക്കെ ഇപ്പോൾ UDF വിട്ട് BJPയോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം അങ്ങോട്ട് ചേക്കേറുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ EP ജയരാജനാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും അദ്ദേഹം വലിയ അവകാശവാദം മുന്നോട്ട് വെക്കുന്നത്. ഇത്തവണ ഭരണ തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഒപ്പം തന്നെ പാർട്ടിയിലെ ചില വിഷയങ്ങളിലുള്ള വിലയിരുത്തൽ കൂടിയാണ്. നേമത്ത് BJP വിജയിക്കില്ല എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇടത് കേന്ദ്രങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. UDF വലിയ ആത്മവിശ്വാസമാണ്. കാരണം ഉണ്ടായതൊരു UDF തരംഗമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.